നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. ഔദ്യോഗികമായി 15 മലയാളികളുടെ മരണം സ്ഥിരീകരിച്ചു. കുവൈറ്റിലെ ദുരന്തത്തിൽ ഔദ്യോഗികമായി 15 മലയാളികളുടെ മരണമാണ് സ്ഥിരീകരിച്ചതെന്ന് നോർക്ക സെക്രട്ടറി ഡോക്ടർ കെ വാസുകി. അനൌദ്യോഗികമായി ലഭിച്ച വിവരമനുസരിച്ച് 24 പേർ മരിച്ചതായാണ് കണക്ക്. മൃതദേഹങ്ങൾ കൊണ്ടുവരാൻ ശ്രമം തുടരുകയാണ്. കുവൈറ്റ് സർക്കാരുമായി ചേർന്ന് എല്ലാ ശ്രമവും നടത്തും. തുടർ സഹായം ചർച്ച ചെയ്യുമെന്നും നോർക്ക സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാറിന്റെ ഡോറിലിരുന്ന് മൊബൈൽ ഉപയോഗം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ യുവാക്കളുടെ അപകടകരമായ അഭ്യാസ പ്രകടനം. ഗ്യാപ് റോഡിന് സമീപം കാറിന്റെ ഡോറിലിരുന്ന് സാഹസികമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം തുടങ്ങി. ഇന്ന് രാവിലെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗ്യാപ് റോഡിന് സമീപം പത്തനംതിട്ട രജിസ്ട്രേഷനിലുള്ള ഓൾട്ടോ കാറിൽ യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തിയത്. അപകടകരമായ രീതിയിൽ കാറിന്റെ ഡോറിലിരുന്ന് യുവാവ് സഞ്ചരിക്കുകയായിരുന്നു. ഒരു കൈയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് സാഹസിക യാത്ര നടത്തിയത്. മുംബൈയിൽ ഐസ്ക്രീമിൽ വിരൽ കണ്ടെത്തിയ സംഭവം, കമ്പനിക്കെതിരെ കേസെടുത്തു. മഹാരാഷ്ട്രയിലെ മലാഡിൽ വിരൽ കണ്ടെത്തിയ സംഭവത്തിൽ ഐസ്ക്രീം കമ്പനിക്കെതിരെ കേസെടുത്തു. IPC 272, 273, 336 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. മലാഡ് സ്വദേശിനി ഓൺലൈനായി ഓർഡർ ചെയ്ത കോൺ ഐസ്ക്രീമിലാണ് വിരൽ കണ്ടെത്തിയത്. സ്ത്രീയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. എംഒ എന്ന ഐസ്ക്രീം നിർമ്മാണ കമ്പനിയിൽ പോലീസ് പരിശോധന നടത്തും. വിരലിന്റെ ഭാഗം ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. മുല്ലപ്പെരിയാർ ഡാം, ബേബി ഡാം അണക്കെട്ടിലേക്കുള്ള റോഡ് മേൽനോട്ട സമിതി മുല്ലപ്പെരിയാറിൽ പരിശോധന തുടങ്ങി. സുപ്രീം കോടതി നിയോഗിച്ച 5-അംഗ മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന തുടങ്ങി. കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപ് അധ്യക്ഷനായ 5-അംഗ സമിതിയാണ് പരിശോധന നടത്തുന്നത്. എല്ലാ വർഷവും ഡാമിൽ പരിശോധന നടത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. പ്രധാന ഡാം, ബേബി ഡാം, സ്പിൽവേ, ഗാലറികൾ എന്നിവയ്ക്കൊപ്പം വള്ളക്കടവിൽ നിന്ന് അണക്കെട്ടിലേക്കുള്ള റോഡും സമിതി പരിശോധിക്കും. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇനിയില്ല. പ്രവർത്തന കേന്ദ്രം ഇനി കേരളം തന്നെ. കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് ആവർത്തിച്ച് കെ മുരളീധരൻ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ പൊതുരംഗത്ത് സജീവമാകില്ല. പ്രവർത്തന കേന്ദ്രം ഇനി കേരളമാണെന്നും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്നാണ് ആവശ്യമെന്നും കെ മുരളീധരൻ പറഞ്ഞു. തൃശൂരിലെ തോൽവിയിൽ സംസ്ഥാന ജില്ലാ നേതൃത്വത്തെ നേരിട്ട് കടന്നാക്രമിക്കാതെ പരാജയത്തിന് കാരണം പ്രചരണത്തിലെ വീഴ്ചയാണെന്ന് കെ മുരളീധരന്റെ വാക്കുകൾ. തൃശൂരിൽ മാത്രം ക്രിസ്ത്യൻ വോട്ടുകൾ ചോർന്നു. സുരേഷ് ഗോപിയുടെ ഇടപെടൽ മനസ്സിലാക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാമങ്കരി പഞ്ചായത്തിൽ CPIM പിന്തുണയോടെ UDF അധികാരത്തിൽ. രാമങ്കരി പഞ്ചായത്തിൽ CPIM പിന്തുണയോടെ UDF അധികാരത്തിൽ. പ്രസിഡന്റായി കോൺഗ്രസ് പഞ്ചായത്ത് അംഗം R രാജമോനെ തിരഞ്ഞെടുത്തു. വിപ്പ് ലംഘിച്ചാണ് CPIM അംഗങ്ങൾ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത്. രാമങ്കരിയിലെ അവിശുദ്ധ കൂട്ടുകെട്ട് നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് CPIM വിമതപക്ഷം ആരോപിച്ചു. വിപ്പ് ലംഘിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് രാമങ്കരി ലോക്കൽ സെക്രട്ടറി വ്യക്തമാക്കി. ലാഭം കൊയ്ത വ്യാപാരികൾ. സംഭരണം വൈകുകയാണെങ്കിൽ ഉള്ളി വില വീണ്ടും ഉയർന്നേക്കും. രാജ്യത്ത് സർക്കാർ ഉള്ളി സംഭരണം ത്വരിതപ്പെടുത്തിയില്ലെങ്കിൽ വില കുതിച്ചുയരാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കി വിദഗ്ധരും വ്യാപാരി സംഘടനകളും. സർക്കാർ ഏജൻസികളുടെ മന്ദഗതിയിലുള്ള സംഭരണമാണ് വില ഉയരാനുള്ള ഒരു കാരണമെന്നാണ് ആരോപണം. മഹാരാഷ്ട്രയിലെ വരൾച്ച പോലുള്ള സാഹചര്യങ്ങൾ കാരണം ഉള്ളി ഉൽപാദനം കുറഞ്ഞതും വില കുത്തനെ ഉയരാൻ കാരണമായിട്ടുണ്ട്. കേന്ദ്ര
കേന്ദ്രമന്ത്രിമാർ തോറ്റത് ഗൗരവത്തോടെ എടുത്ത് BJP. നല്ല മത്സരം നടന്നത് കേരളത്തിലെന്ന് വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ മത്സരിച്ച പല മന്ത്രിമാരും വൻ വ്യത്യാസത്തിൽ പരാജയപ്പെട്ട സാഹചര്യം ഗൗരവത്തോടെ കാണുന്നുവെന്ന് BJP കേന്ദ്ര നേതൃത്വം. മന്ത്രിമാർ ജനങ്ങളുടെ ഇടയിൽ നിൽക്കണമെന്നും വിനയത്തോടെ പെരുമാറണമെന്നും പ്രധാനമന്ത്രി ഉപദേശിച്ചത് ഈ പശ്ചാത്തലത്തിലാണെന്ന് പാർട്ടി നേതാക്കൾ പറഞ്ഞു. കേരളത്തിൽ മത്സരിച്ച കേന്ദ്രമന്ത്രിമാർക്ക് മാത്രമാണ് എതിരാളികളുടെ ഭൂരിപക്ഷം കുറയ്ക്കാനായത്. ബഹ്റിനിൽ മാർക്കറ്റിൽ തീപിടുത്തം, ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. ബഹ്റിനിലെ ഓൾഡ് മനാമ മാർക്കറ്റിൽ തീപിടുത്തം, ഒരാൾ മരിച്ചു. തീപിടുത്തത്തിൽ പരിക്കേറ്റ 6 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തീപിടിച്ച കെട്ടിടത്തിൽ നിന്നും ചാടിയവരും പുക ശ്വസിച്ച് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടവരുമാണ് ചികിത്സയിൽ കഴിയുന്നത്. തീ നിയന്ത്രണ വിധേയമാക്കിയ ശേഷം സിവിൽ ഡിഫൻസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയത്. ബുധനാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് ഷൈഖ് അബ്ദുള്ള റോഡിലെ സിറ്റി മാക്സ് ഷോപ്പിന് പിറകിലുള്ള ഷോപ്പിന് തീപിടിച്ചത്. തീ അടുത്തടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളിപ്പടരുകയായിരുന്നു.